ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഇലക്ട്രിക് ബൈക്കാണ് ഉണ്ടാക്കാൻ പോണത്. അതായത് റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ബൈക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ നല്ല നല്ല വേറെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ബാക്കിലെ വീല് റെഡിയാക്കാനായിട്ട് ഇതുപോലെ 2 കുപ്പിയുടെ അടപ്പുകൾ വേണം. ഇത് പഴയ കാറിൻ്റെ ഡ്രംസ് ആണ്. ഈ 2 ഡ്രംസ് നമ്മൾ നേരത്തെ കാണിച്ച അടപ്പിനുള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കണം. നമുക്ക് അതുപോലെ 2 ടയറുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കമ്പിയിലോട്ട് ഇതുപോലെ ഒരു ഗിയർ പിടിപ്പിച്ച് കൊടുക്കണം. ഇത് പഴയൊരു കാറിൻ്റെ ഗിയറാണ്. ഞാനിവിടെ ഒരു കോറോപ്ലാസ്റ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ഓൾറെഡി ഹോളുള്ളതുകൊണ്ട് നമുക്ക് ഈ കമ്പി ആ ഹോളിനുള്ളിലൂടെ ഇതുപോലെ കയറ്റി ഇട്ട് കൊടുക്കാം. നമ്മുടെ കമ്പി അപ്പോൾ ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങും. ഇനി നമുക്ക് ആ കമ്പിയിലോട്ട് നമുക്ക് ഒരു വീല് പിടിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൂടെ ഒരു വീലും കൂടെ പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു മിനി മോട്ടറും കൂടെ വേണം. ഇതൊരു സ്പീഡ് കൺട്രോളറാണ്. ഇത് നമുക്ക് ആ മിനി മോട്ടറിലോട്ട് പിടിപ്പിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ഓൾറെഡി ആ മിനി മോട്ടറിൻ്റെ 2 വയറിലോട്ടും ആ സ്പീഡ് കൺട്രോളർ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിനി മോട്ടർ ഗിയറുമായിട്ട് മുട്ടുന്ന രീതിയിൽ വെച്ച് ആ കോറോപ്ലാസ്റ്റിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ച് വെക്കണം. ഞാനിപ്പോൾ അത് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 ഇഞ്ച് നീളത്തിലൊരു അലൂമിനിയം ചാനൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി അലൂമിനിയം ചാനലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് മോട്ടർ ഇതുപോലെ ഗ്ലൂ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്പീഡ് കൺട്രോളർ ഈ അലൂമിനിയം ചാനലിൻ്റെ ആ ഹോളിനുള്ളിലോട്ട് നമുക്ക് കയറ്റി സേഫായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിയറിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സെർവോ മോട്ടർ കൂടെ വേണം. സെർവോ മോട്ടർ നമുക്ക് അലൂമിനിയം ചാനലിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടിക്കുന്ന വീഡിയോ കാണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കത്തെ സമയത്തൊക്കെ വെച്ചാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ വീല് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു അടപ്പെടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഹോളിട്ട് എടുക്കണം. ഞാനിവിടെ ഈ ഡ്രമ്മിനും കൂടെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ അടപ്പിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കണം. ഫ്രണ്ടിലെ വീല് പിടിപ്പിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ഒരു കമ്പി വളച്ചെടുക്കണം. ഇനി നമുക്ക് ആ അടപ്പിൻ്റെ ആ ഹോളിലോട്ട് കമ്പിയുടെ ചെറിയ ആ ഒരു വശം കയറ്റിയിട്ട് കൊടുക്കണം. നീളം കുറഞ്ഞ വശം ഇതുപോലെ കയറ്റിയിട്ട് കൊടുക്കണം. അടപ്പിനി ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഉപയോഗിച്ചൊന്ന് അറ്റത്തൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. ഇനിയിപ്പം ഈ അടപ്പ് ഊരിപ്പോകത്തില്ല. ഇനി നമുക്ക് സെർവോ മോട്ടറിലോട്ട് 2ാമത്തെ കമ്പിയുടെ ഭാഗം ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇലക്ട്രോണിക് പാർട്സ് ഒക്കെ പിടിപ്പിക്കാനുണ്ട്. നമുക്കിനി ഒരു റിസീവർ ആവശ്യമാണ്. ഞാനിവിടെ FS-i6 എന്ന റിസീവറാണ് യൂസ് ചെയ്യുന്നത്. റിസീവർ ഇനി നമുക്ക് ബാക്ക് ഭാഗത്തായിട്ട് വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് റിസീവറിലോട്ട് ബാക്കിലെ മോട്ടർ ചാനൽ നമ്പർ 3ലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ സെർവോ മോട്ടർ ചാനൽ നമ്പർ 4ലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റിസീവറിലോട്ട് പവർ കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പവർ സപ്ലൈ വേണം. ഇനി നമുക്ക് പവർ സപ്ലൈ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ച് ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനി പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് വയർ റിസീവറിൻ്റെ ബാറ്ററി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു പിന്നിലോട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ വയർ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കണം. ഇനി ഇതുപോലൊരു 7.4 വോൾട്ട് ലിപ്പോ ബാറ്ററി നമുക്ക് ഇതിൻ്റെ പവർ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുവാണ്. ബാറ്ററി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ടൈ ഉപയോഗിച്ച് നന്നായിട്ട് ഉറപ്പിച്ച് വെക്കണം. ഞാനിവിടെ ഒരു കമ്പിയൊക്കെ വളച്ചൊരു ഹാൻഡിൽ പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സെർവോ മോട്ടറിൻ്റെ മുകളിലായിട്ട് ഹാൻഡിൽ നന്നായിട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കണം. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ട് എല്ലാം വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ബൈക്ക് റെഡിയായി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാക്ക് വീല് കറങ്ങുന്നുണ്ട്, സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമുക്ക് നേരെ ഏതായാലും ആ വീഡിയോയിലോട്ട് പോകാം.
ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മാക്സിമം ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണ് ആരെങ്കിലും ഒക്കെ ചാനൽ വീഡിയോസൊക്കെ കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.